ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 10 മുതൽ തിരുവചനങ്ങളിൽ സഹോദരനായ ഏസാവിൻ്റെ കോപത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന യാക്കോബ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആകാശം മുട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു ഗോവണിയും ദൈവദൂതന്മാർ അതിലൂടെ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവ് യാക്കോബിനോട് സംസാരിക്കുന്നു, യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ യാക്കോബ് ഭീതി പൂണ്ട് പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്. ഇത് സ്വർഗത്തിൻ്റെ കവാടമാണ്. ഇന്ത്യൻ പ്രസിഡന്റും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ ഇപ്രകാരം പറയുമായിരുന്നു: സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം കാണുക. നിങ്ങൾ കുറഞ്ഞ ലക്ഷ്യം കുറ്റകൃത്യമാണ്. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ കൊച്ചു തെരേസ്യ സ്വപ്നം കാണുമായിരുന്നു. അവൾ എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട് അമ്മ ചോദിച്ചു, മോളെ, നീ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ കൊച്ചു തെരേസ പറഞ്ഞു, അമ്മേ, ഞാൻ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, സ്വർഗത്തെ സ്വപ്നം കാണുകയാണ്. സ്വർഗത്തെ സ്വപ്നം കണ്ട് 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 അവൾ സ്വർഗത്തെ സ്വന്തമാക്കി. സ്വർഗം അവളെയും നമുക്കും ഈ ദിനങ്ങളിൽ ഭൂമിയിലുള്ളവയിലല്ല, ഉന്നതങ്ങളിലുള്ളവയെ ലക്ഷ്യം വയ്ക്കാം. അതിനായി വിശുദ്ധ കൊച്ചു തെരേസയുടെ പ്രത്യേക മാധ്യസ്ഥം തേടാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.